നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹ ഫാഷൻ. സത്യസന്ധമായി കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ശശി തരൂർ എംപിയെ കോൺഗ്രസ് നേതാക്കൾ ആക്രമിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരെയെല്ലാം കേരളത്തിലെ കോൺഗ്രസ് എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന നിലപാടുകളെ ഈ കേരളവും രാജ്യവും അംഗീകരിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. സംരംഭ പ്രവർത്തനത്തിൽ 2,90,000 വരുന്ന സംരംഭ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2.9 ലക്ഷം സംരംഭകരെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നും 7 ലക്ഷത്തിലധികം ആളുകൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് തൊഴിൽ ലഭിച്ചു എന്നുള്ളതും വസ്തുതയാണ്. ആ വസ്തുതയെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കന്മാരും പ്രതിപക്ഷത്തിലുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ ഓരോ വക്താവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതാണ് ശശി തരൂർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വാദകം. അതായത് ശരിയായ ഒരു കാര്യം കേരളത്തിൻ്റെ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് സംരംഭക പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ആ വസ്തുതയെ മറച്ചു വെക്കാൻ അവർക്കാവുന്നില്ല. അപ്പോൾ ലേഖനത്തിൻ്റെ ഉള്ളടക്കത്തെയല്ല, അത് എഴുതിയ ആൾക്കെതിരായിട്ടുള്ള കടന്നാക്രമമാണ്. വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം, കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവാണ്. അദ്ദേഹം കൃത്യമായിട്ട് വസ്തുത വെച്ച് എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹം അത് ശക്തിയായി പറയുകയും ചെയ്തു. ഞാൻ പിൻവലിക്കാനൊന്നും പോകുന്നില്ല, വസ്തുതാപരമായിട്ട് എഴുതിയിട്ടുള്ള കാര്യമാണ്, അതിനെ ഞാൻ അതേ അർത്ഥത്തിൽ തന്നെയാണ് കാണുന്നത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് വിശദീകരിച്ചു. ഇപ്പോഴേ UDFൻ്റെ കൺവീനർ, അതുപോലെ തന്നെ VD സതീശൻ, അതുപോലെ തന്നെ സുധാകരൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വം മുഴുവൻ അദ്ദേഹത്തിനെതിരായിട്ട് തിരിയാണ്. വീക്ഷണപത്രം ഇന്ന് മുഖപ്രസംഗം എഴുതി അദ്ദേഹത്തിനെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾക്കതിൽ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ശരി പറയുന്നത് എങ്ങനെയായാലും ആരായാലും അത് അംഗീകരിക്കുക. ആ അർത്ഥത്തിൽ ശശി തരൂർ പറഞ്ഞ ശരി ഞങ്ങൾ അംഗീകരിക്കും. ആ വിമർശിച്ചോട്ടെ, വിമർശിക്കാനുള്ള എല്ലാവർക്കും അവകാശമുണ്ടല്ലോ. CPMനെ രാഷ്ട്രീയമായി വിമർശിക്കാം, അതിന് ഞങ്ങളാരും എതിരല്ല. പക്ഷെ നിങ്ങൾ കാണേണ്ടത് കേരളം നേടിക്കൊണ്ടിരിക്കുന്ന നേട്ടത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനം ഇല്ല എന്ന് പറയണമെന്നാണ് BJPക്കാരൊരു ഭാഗത്ത് പറയുന്നത്, മന്ത്രി ഉൾപ്പെടെ. ഇല്ല എന്നുള്ള കള്ളപ്രചരണമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായ ശരിയായ ദിശാബോധത്തോടു കൂടിയുള്ള വിശദീകരണമാണ് ശശി തരൂർ നടത്തിയിട്ടുള്ളത്. അതാ കാര്യം. അതുകൊണ്ട് ശശി തരൂർ എഴുതിയ ലേഖനത്തിൻ്റെ അകത്ത് CPMന് വിമർശനമുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ വിമർശനമുണ്ട്. കോൺഗ്രസിൻ്റെ നേതാവ് എഴുതിയിട്ടുള്ള ലേഖനത്തിൽ CPMന് വിമർശനമുണ്ട്, രാഷ്ട്രീയമായിട്ട്. അത് രാഷ്ട്രീയമായിട്ടാണ്, വികസനപരമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. കേരളത്തിൻ്റെ വികസനം, കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റത്തിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും അത്യാവശ്യമായൊരു കാര്യം. അവർക്ക് നിലപാടില്ല. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു BJP ആണെന്നാണ് അവർ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പറയുക. പക്ഷേ ഇവിടെ അവർ സഖ്യമാണ്. മഴവിൽ സഖ്യത്തിൻ്റെ ഭാഗമായി കോൺഗ്രസും BJPയും RSSും സംഘപരിവാരും ജമാഅത്ത് ഇസ്ലാമിയും SDPയും എല്ലാം ഒറ്റക്കെട്ടാണ് കേരളത്തിൽ. അതിന് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവുമില്ല. നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ RO ഫിൽറ്റർ ആക്സസറീസ്, RO പമ്പ് ആൻഡ് ക്യാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ 100% ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു. നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ, മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു. വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9142841703 7012492226.